ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം യുവർ നിമിഷ ദേവിയസ്. തമിഴിലും അതേപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇതിൽ ഈ ഒരു ചാനലിൽ പവർ ബി ഐയും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിൽ എക്സലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കുറേ ഡാറ്റാ സെറ്റ് പവർ ബി ഐയിലാണെങ്കിലും മെഷീൻ ലേണിംഗിലാണെങ്കിലും എക്സലിലാണെങ്കിലും കുറേ ഡാറ്റാ സെറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ കുറേ ഡമ്മി വേരിയബിൾസ് മൊബൈൽ നമ്പറോ അഡ്രസ്സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡമ്മി വേരിയബിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഞാൻ ഇതിൽ ഒരു പ്രൊജക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാനലിൽ തന്നെ എക്സലിൽ ഒരു പ്രോജക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും അതിങ്ങനെ ഡമ്മി വാല്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. ഇങ്ങനെ നമ്പേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഡമ്മി ആയിട്ട് നമ്മൾ റാൻഡമായിട്ട് ടൈപ്പ് ചെയ്താണെങ്കിലും അതൊരു ശരിക്കും ഒരു നമ്പറായിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഇഷ്യൂ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിലും സെയിം ഇഷ്യൂ തന്നെ വന്നിട്ടുണ്ട് ഈ രണ്ട് ചാനലിലും. അപ്പോൾ ഒരു ചാനൽ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം ബാക്കപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഷീ കോഡർ പ്രോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൽ എങ്ങാനും ഈ ഒരു ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ, ചാനൽ കംപ്ലീറ്റ് ആയിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുന്നുണ്ടായിരിക്കും ഇതിലായിരിക്കും. ഇപ്പം ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലായിരിക്കും ഇനി ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ നോക്കട്ടെ. ഞാൻ യൂട്യൂബിനെ തിരിച്ച് മെയിൽ അയച്ചിട്ടുണ്ട്. എന്താണ് റിപ്ലൈ വരണേന്ന് നോക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഇതിൽ തന്നെ തുടരണോ അതോ നമ്മുടെ ഈ ഒരു പുതിയ ചാനലിലോട്ട് മാറ്റണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 ചാനലും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഈ രണ്ടെണ്ണത്തിലും എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ തന്നെ കാണാം, ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ. ഞാനത് ഇവിടെ താഴെ നമ്മളുടെ ഇവിടെ ഫീച്ചേർഡ് സെക്ഷനിൽ ഈ ഒരു ചാനലും കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചാനൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഓഫ് ദിസ് ഡേ. താങ്ക് യു. ബൈ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. കമ്പനീസിൽ നിന്നാണെങ്കിലും വേറെ കുറേ മെസ്സേജുകൾ, പേഴ്സണൽ മെസ്സേജസ് ആണെങ്കിലും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഏറ്റവും താഴെ പോയി എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നോക്കിയെന്നേ വരത്തില്ല. അപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ എന്തായാലും ഞാൻ നോക്കുന്നുണ്ടാവും. അത് ഞാൻ ഏറ്റവും മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് ഞാൻ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാതിരിക്കാനായിട്ട് നോക്കാം. അതേപോലെ കോളും എനിക്കിപ്പോൾ ഞാൻ വർക്കിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈമിലാണെങ്കിലും കോളും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിടാം കേട്ടോ. അല്ലാതെ ഹായ് മാം ഹലോ എന്ന് മാത്രം അയച്ചിടരുത്. ഞാൻ ചിലപ്പോൾ അതിന് റിപ്ലൈ തന്നൊന്നും വരത്തില്ല. ഞാൻ തരാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില ചില ടൈമിൽ ഞാനങ്ങനെ മൈൻഡ് ചെയ്യും കൂടിയില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറയാം. ഓക്കെ. ഗ്രൂപ്പിൽ പറയാം. പേഴ്സണലി വരുമ്പോൾ കുറേ മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജൊക്കെ താഴെ പോകും. അപ്പം പിന്നെ ഞാൻ നോക്കത്തില്ല. ഓക്കെ. ഓക്കെ. അപ്പം ശരി. ബൈ.